US തീരുവ മൂലമുണ്ടായ ഇന്ത്യൻ ഓഹരി വിപണിയിലെ കനത്ത നഷ്ടത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ. ഇന്ത്യൻ ഇറക്കുമതിക്ക് മറുതീരുവ ഏർപ്പെടുത്താനുള്ള US സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് തിങ്കളാഴ്ചയുണ്ടായ ഓഹരി വിപണിയുടെ തകർച്ചയിൽ കടുത്ത ആശങ്കയാണ് ശശി തരൂർ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ തേടിയ ശശി തരൂർ ഉഭയകക്ഷി വ്യാപാരം സംബന്ധിച്ച് US-യുമായി ചർച്ചകൾ ആരംഭിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇത് അതിജീവിക്കുമെന്നും 5.4% വളർച്ച കാരണം മാന്ദ്യത്തിലേക്ക് പോകില്ല എന്നും തരൂർ ചൂണ്ടിക്കാട്ടി. ഏപ്രിൽ 8 നടക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതായത് CWC യോഗത്തിലും ഏപ്രിൽ 9 നടക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC സമ്മേളനത്തിലും പങ്കെടുക്കാനാണ് അദ്ദേഹം അഹമ്മദാബാദിൽ എത്തിയിരുന്നത്. ട്രംപിന്റെ തീരുവ നയം ലോകമെമ്പാടുമുള്ള വിപണികളെ പ്രതികൂലമായി ബാധിക്കുന്ന സമയമാണിത്. ഇന്നത്തെ വിപണിയിലെ തകർച്ച വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്. ഭാവിയിൽ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇന്ത്യക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തീർച്ചയായും മോശം വാർത്ത തന്നെയാണ്. ഇന്ത്യൻ വിപണികളെ മാത്രമല്ല ആഗോള വിപണികളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. US ഓഹരി വിപണിയും മോശമായി തന്നെ തകർന്നതിനാൽ തീരുവയ്ക്ക് പിന്നിലെ ട്രംപിന്റെ യുക്തി ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്നും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ശശി തരൂർ നൽകുന്ന മുന്നറിയിപ്പ്. ചില രാജ്യങ്ങൾ മാന്ദ്യത്തിലേക്ക് നീങ്ങിയേക്കാം, പക്ഷേ നമുക്ക് 5.4% വളർച്ചയുള്ളതിനാൽ നമ്മൾ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. അതിനാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ താഴേക്ക് വന്നേക്കാമെങ്കിലും അതൊരിക്കലും മാന്ദ്യത്തിലേക്ക് കടക്കുകയില്ല എന്നായിരുന്നു തരൂറിന്റെ വാക്കുകൾ. 2-3 ദിവസത്തിനുള്ളിൽ ഇത്രയും മോശം വാർത്ത ആരും മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകില്ല. ഏപ്രിൽ 2 തീരുവ പ്രഖ്യാപിച്ചത്. ഇന്ന് 7 തീയതിയാണ് എന്നും ഈ 5 ദിവസങ്ങളിൽ ലോകം വളരെയധികം ബുദ്ധിമുട്ടിയെന്നും ദൈവത്തിനറിയാം എന്താണ് ഇനി വരാനിരിക്കുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അരക്കെട്ടുകൾ മുറുക്കി ഇതിനെ നേരിടുക എന്നതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ലിബറേഷൻ ഡേ എന്ന പേരിൽ ട്രംപ് പ്രഖ്യാപിച്ച തീരുവകൾ ഇപ്പോൾ ആഗോള തലത്തിലുള്ള വിപണികളെ ഒന്നാകെ വിഴുങ്ങിയ സാഹചര്യം കൂടിയാണ്. US മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണി, യൂറോപ്പ് എങ്ങനെ എല്ലായിടത്തും ഇതിന്റെ അലയൊലികൾ അടങ്ങിയിട്ടുമില്ല. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ തേടിക്കൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണം എന്ന് തന്നെയായിരുന്നു വിപണി തകർച്ചയിൽ തരൂരിന്റെ പ്രതികരണം. അമേരിക്കയെ ലോകം വിമർശിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ ചരിത്രപരമായ തീരുവ പ്രഖ്യാപനത്തിൽ അമേരിക്കയ്ക്കും തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. തീരുവ പ്രഖ്യാപനം അമേരിക്കയുടെ ആഗോള വിപണികളെ സാരമായി ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വിപണി നഷ്ടങ്ങളെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ഒന്നും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ശരിയാക്കുന്നതിനായി മരുന്ന് കഴിക്കേണ്ടി വരുന്നത് സാധാരണമാണ് എന്നും ട്രംപ് പറയുന്നുണ്ട്. താരിഫ് വർധനയ്ക്ക് പിന്നാലെ ജപ്പാൻ സൂചികകളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 9% ഇടിവ് സംഭവിച്ചിട്ടുള്ളതെന്ന് 2023 ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് ജപ്പാൻ വിപണിയിൽ ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ കൊറിയയിൽ സമാനമായ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം അസാധാരണമായ ഇടിവുകൾ ഉണ്ടായതായി തായ്വാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അറിയിച്ചിരുന്നു. വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിന് കൂടുതൽ നയങ്ങൾ ആവിഷ്കരിക്കണമെന്നും അറിയിപ്പുണ്ട്. ഓസ്ട്രേലിയൻ ഓഹരികളും കുത്തനെ ഇടിഞ്ഞതു തന്നെയാണ് റിപ്പോർട്ട്.